Hi all and welcome back to Ziyas recipes. കേക്ക്സിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് മിൽക്ക് കേക്കിനാണ്. അപ്പോൾ ഇന്നത്തെ മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ആർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതും ഫ്രൈ പാനിൽ ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ ഇന്നത്തെ മിൽക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 30 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ലോ ഫ്ലെയിം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഏത് പാനിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പാൻ തന്നെ എടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ പണി തീരും. പിന്നെ ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഞാനിതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടറും പഞ്ചസാരയും തമ്മിൽ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. പിന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. ഇത് ചെറിയ തരികളുള്ള പഞ്ചസാര ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുള്ള പാലാണ് ചേർക്കുന്നത്. അപ്പം നല്ല ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക്സിന് നല്ലൊരു സോഫ്റ്റാണ് ഉണ്ടാവുക. കേക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടുമ്പം നല്ല സോഫ്റ്റ് കേക്കാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് മിൽക്ക് കേക്കിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. എഗ്ഗ് ചേർക്കുന്നതിന് മുമ്പ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്ഗൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പം എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ വളരെയധികം കുറഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു എഗ്ഗാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എഗ്ഗും മിൽക്കും അതുപോലെ തന്നെ ബട്ടറും നന്നായിട്ട് ഒരുപോലെ എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. ഇവിടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശക്കൊക്കെ യൂസ് ചെയ്യുന്നുള്ള അപ്പക്കാരാണ്. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. എല്ലാത്തിനും നമുക്ക് നല്ല സോഫ്റ്റായിട്ടും ഉള്ള ഒരു കേക്ക് കിട്ടും. പിന്നെ നമ്മൾ സാധാ കേക്ക്സിലൊക്കെ ഫോൾഡ് ചെയ്യുന്നത് പോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാൻ്റെ താഴെയായിട്ട് ചെറിയൊരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെയും സ്റ്റൗവിനനുസരിച്ചിരിക്കും. എന്നാലും എനിക്ക് തോന്നുന്നു 8 അല്ലെങ്കിൽ 9 മിനിറ്റ് നേരം മതി കുക്ക് ചെയ്യുന്ന സമയം. അപ്പോൾ ഒരു 8 മിനിറ്റിന് ശേഷം ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഒരുപാട് നേരം നമ്മൾ ദോശക്കല്ലിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ നെരിഞ്ഞു പോകും. നമ്മൾ സാധാരണ ദോശയൊക്കെ ചൂടുമ്പോൾ ഒരുപാട് നേരം ടൈം വെച്ച് കഴിഞ്ഞാൽ നെരിഞ്ഞു പോകുന്നുണ്ടല്ലോ, അതേപോലെ ആയി കിട്ടും. അപ്പോൾ നമ്മളിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ 8 മിനിറ്റ് നേരം കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ താഴ്വശം ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ചൂടാറുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മിൽക്ക് മിക്സ് തയ്യാറാക്കാം. നല്ലൊരു മിൽക്ക് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 3 തരത്തിലുള്ള മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് മിൽക്കും പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ആണ് ചേർത്തിട്ടുള്ളത്. മിൽക്ക് കേക്കിന് നമ്മൾ ട്രെസ് ലെച്ച് കേക്ക് അല്ലെങ്കിൽ 3 മിൽക്ക് കേക്ക് എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഈ 3 മിൽക്കിൻ്റെ മിശ്രിതമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പേര് വന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിൽക്കും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും എല്ലായിടത്തും ഒരേ ഈക്വലായിട്ട് എത്തുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ കേക്ക് പാനിൽ വെച്ചിട്ടാണ് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കേക്ക് ഞാൻ ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഫ്രോക്ക് വെച്ചിട്ട് എല്ലാ സൈഡ്സിലും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം.
ഇത് കംപ്ലീറ്റ്ലി ഈ കേക്കിലേക്ക് പിടിച്ചു കിട്ടും. സാധാരണ നമ്മളെ കേക്ക്സിനേക്കാളും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് മിൽക്ക് കേക്ക്. അതുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് മിക്സും ഈ ഒരു കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2-3 മിനിറ്റ് ഇതുപോലെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് കേക്കിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് രണ്ടാമതും വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റും ഇതിലേക്ക് ഒഴിച്ച് കേക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഞാൻ 2-3 തവണയായിട്ടാണ് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പിൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലെ ഡെക്കറേഷൻസിനനുസരിച്ചിരിക്കും കേട്ടോ വിപ്പിംഗ് ക്രീമിൻ്റെ അളവെന്ന് പറയുന്നത്. ഇത് എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് എത്തുന്നത് വരെ നമ്മൾ ഐസിങ് നൈഫോ അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് വരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം മതി. ഫ്ലവേഴ്സ് വരയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പിൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറീസും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്ക്സ് എന്നൊക്കെ പറയില്ലേ, അത് നമ്മുടെ മിൽക്ക് കേക്കാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം. മാത്രമല്ല സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ മിൽക്ക് കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.